കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് 3-ാം ദിവസമാണ്. ഏതാണ്ടും ഒരു 4-5 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടി ഇന്ന് അവസാനിക്കുകയാണ്. വടകരയിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു പരിപാടിയാണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 37ാമത്തെ സെഷനാണ്. ഇനി ഒരു 5-8 സെഷൻ കൂടി നടക്കാറുണ്ട്. അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും. ഇതിൽ ഇന്ന് ഇവിടെ ഈ വേദിയിൽ സഹകരണവും സംരംഭകത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സഹകരണ രംഗത്തെ കുലപതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ മനയത്ത് ചന്ദ്രൻ, ശ്രീ അഡ്വക്കേറ്റ് ശ്രീ വത്സൻ, സി വി അജയൻ, പി കെ സുരേന്ദ്രൻ മാഷ് ഉൾപ്പെടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവർക്കും വളരെ ബഹുമാന പുരസരം സ്വാഗതം ആശംസിച്ചുകൊണ്ട് മോഡറേറ്ററോട് ഇക്കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2ാമത്തെ സെഷനിൽ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, സഹകരണവും സംരംഭകത്വവും. ആഗോളതലത്തിൽ 3 ദശലക്ഷം സഹകരണ സ്ഥാപനങ്ങളുള്ള, അതിൽ ലോക ജനസംഖ്യയുടെ 10% അംഗങ്ങളായിക്കൊണ്ടു ഏകദേശം 12% തൊഴിൽ നൽകുന്നതുമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണം. ഈ പ്രസ്ഥാനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഇഴകിച്ചേർന്നുകൊണ്ട് വളരെ ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന ഈ പ്രസ്ഥാനം ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വളരെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് സഹകരണ പ്രസ്ഥാനം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ജനതയെ അവരുടെ വിദ്യാഭ്യാസപരമായ, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായ, അതുപോലെ തന്നെ ആരോഗ്യപരമായ മേഖലയിലൊക്കെ തന്നെ ശക്തമായി ഇടപെടൂ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സംബന്ധിച്ചുള്ള ഈ ചർച്ചയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട 2 സഹകാരികളാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ദീർഘകാല സഹകരണ മേഖലയിൽ, അതുപോലെ തന്നെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ചെയർമാൻ, ഇപ്പോൾ ഏറെമല സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് തുടങ്ങിയ മേഖലയിൽ പ്രശസ്തരായ ശ്രീ മനയത്ത് ചന്ദ്രൻ അവர்களுണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വടകരയിലെ സഹകരണത്തിൻ്റെ ആദ്യകാല സഹകാരിയായ ശ്രീ അഡ്വക്കേറ്റ് വത്സൻ സാറുണ്ട്, വത്സൻ വക്കീൽ, അജയൻ, സഹകാരി സുഹൃത്തുക്കളെ, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സഹകരണ സെമിനാർ എന്ന വിധത്തിൽ കോംപ്രഹെൻസീവായി, എക്സ്ക്ലൂസീവായി ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സെമിനാർ ആയിരുന്നുവെങ്കിൽ കുറേയധികം സഹകരണ രംഗത്തുള്ളവരും സഹകാരികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു. 3 ദിവസമായി 10-45ഓളം സെഷനുകൾ നടക്കേണ്ടതിനാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു പരിമിതി നമുക്കറിയാം. ഇവിടെയുള്ള വിഷയം സഹകരണവും സംരംഭകത്വവും എന്നതാണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഏകദിനമായ ഒരു രൂപത്തിലേക്ക് ക്രമപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1925 രൂപം കൊണ്ട RSS അതിൻ്റെ 100ാം വാർഷികം 2025
ആചരിക്കുമ്പോഴോ ആഘോഷിക്കുമ്പോഴോ ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും ഒരു പ്രത്യേക രൂപത്തിൽ മെരുക്കിയെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നടക്കുന്നത്. ഇന്നലെ ക്യാബിനറ്റ് അംഗീകരിച്ച 25-ാം തീയതി പാർലമെന്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ്, അത് ഇന്ത്യയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം പങ്കെടുത്ത 2-3 ദിവസം നീണ്ടുന്ന വലിയ ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിന്റെ പ്രമേയം വൺ നേഷൻ വൺ ഡിജിറ്റൽ ലൈബ്രറി എന്നതായിരുന്നു. അതുപോലെ സഹകരണ പ്രസ്ഥാനത്തെ സമ്പൂർണമായും ഒരു മുദ്രാവാക്യത്തിന് കീഴിലും ഒരു അധികാര ശൃംഖലയ്ക്ക് കീഴിലും കൊണ്ടുവരാനുള്ള സംഘടിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷം മുമ്പ് ഇവിടെ കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പ് രൂപപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സഹകരണം സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. 7-ാം പട്ടികയിൽ 32-ാം എൻട്രി ആയിട്ട് അതുണ്ട്. കേന്ദ്രത്തിൽ കൃഷി വകുപ്പിന് കീഴിൽ ഒരു സബ്സിഡറി വകുപ്പായിട്ടാണ് സഹകരണം പ്രവർത്തിച്ചിരുന്നത്. അതിനു പകരം അമിത്ഷാ മന്ത്രിയായിക്കൊണ്ട് ഒരു സഹകരണ മന്ത്രാലയം രൂപീകരിക്കുകയുണ്ടായി. ആ സഹകരണ മന്ത്രാലയം പ്രധാനമായും 4-5 തലങ്ങളിൽ അവിടെ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലൊന്ന് ഒരു ദേശീയ സഹകരണ നയം, ഒരു പൊതു നിയമാവലി, കോമൺ സോഫ്റ്റ്വെയർ, അങ്ങനെയെല്ലാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വൈവിധ്യത്തോടുകൂടി പ്രവർത്തിച്ച സഹകരണ മേഖലയെ മുഴുവൻ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യൻ സുപ്രീം കോടതി 97-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചുള്ള അവസാന ചർച്ചയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആദ്യം ശരത് പവാറാണ് നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഗുജറാത്ത് ഹൈക്കോടതിയും മഹാരാഷ്ട്ര ഹൈക്കോടതിയും സ്കാഷ് ചെയ്തു, റദ്ദ് ചെയ്തു. അതിനെതിരായി സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ കോടതി വിധിയിൽ അസന്നിഗ്ധമായി പറഞ്ഞത് സഹകരണം സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അതിൽ കേന്ദ്രം ഇടപെടേണ്ടതായിട്ടില്ല. പക്ഷെ 2 കാര്യങ്ങൾ എക്സംഷൻ പറഞ്ഞു. ഒന്ന്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടാം. യൂണിറ്ററി സ്റ്റേറ്റ്സിൽ കേന്ദ്രഭരണ പ്രദേശത്തുള്ള സഹകരണ നയത്തിലും നിയമത്തിലും പ്രശ്നങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാം. ഈ സന്ദർഭത്തിലാണ് ഒരു സഹകരണ നയം കൊണ്ടുവരുന്നത്. ആ സഹകരണ നയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്റ്റേറ്റുകളോടും അഭിപ്രായം ചോദിച്ചു. കേരളമൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും 28 സംസ്ഥാനങ്ങളും അത് അംഗീകരിച്ചു. തമിഴ്നാട് കുറേ അമെൻമെന്റ്സ് കൊണ്ടുവന്നു, അതും അവർ അംഗീകരിച്ചു. ആ ദേശീയ നയത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന്, കേരളം കഴിഞ്ഞ കേരള ബാങ്കിൻ രൂപീകരണത്തോടുകൂടി ഇല്ലാതാക്കിയ ജില്ലാ സഹകരണ ബാങ്കുകൾ വേണം എന്നതാണ്. 3 തലത്തിലുള്ള വായ്പാ മേഖല വേണം, 3 ടയർ വേണം. രണ്ടാമത്തെ, ഒരു പഞ്ചായത്തിൽ ഒരു സഹകരണ സ്ഥാപനം ഒരു നോഡ് ഏജൻസിയെ പ്രവർത്തിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാ സാമ്പത്തിക ഇടപാടുകളും ആ നാടിന്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്ത് മുഖാന്തരം, മുനിസിപ്പാലിറ്റി മുഖാന്തരം, കോർപ്പറേഷൻ മുഖാന്തരം, വിവിധ സ്ഥാപനങ്ങൾ മുഖാന്തരമുള്ള എല്ലാ വികസനത്തിനു വേണ്ടിയുള്ള ഫണ്ടുകളും
ഈ ഒരു പഞ്ചായത്തിലെ ഒരു മുഖ്യ സഹകരണ ബാങ്കുകൾ മുഖാന്തരമാണ് നടക്കുക. അതോടൊപ്പം അങ്ങനെ ഒരു കോമൺ സോഫ്റ്റ്വെയറിലൂടെ ഇന്ത്യയിലെ എല്ലാ സഹകരണ മേഖലയെയും കേന്ദ്രം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം, വായ്പാ മേഖല മുഴുവനായി നബാർഡിന് എഴുതി കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേരളം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണമെങ്കിൽ സഹകരണ മേഖല വൈവിധ്യവൽക്കരിക്കണം, സഹകരണ മേഖല ആധുനികവൽക്കരിക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് സംവിധാനം, വായ്പാ മേഖല എന്ന് പറയുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലാകെ സഹകരണ മേഖല സംഭരിക്കുന്ന നിക്ഷേപത്തിന്റെ 71% കേരളത്തിലാണ്. അതുപോലെ ഇന്ത്യയിലെ ശരാശരി ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് 53 ലക്ഷമാണ്. ഇന്ത്യയിലത് 50 കോടിക്ക്, കേരളത്തിലത് 50 കോടിക്ക് മുകളിലാണ്. അത്രയും ശക്തമായ സഹകരണ സ്ഥാപനമുള്ള കേരളത്തിൽ എങ്ങനെ ഈ കേന്ദ്രത്തിന്റെ ഈ ഭീഷണികൾ അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും? കഴിഞ്ഞതില്ല തൊട്ടു മുമ്പ് നടന്ന സഹകരണ കോൺഗ്രസിൽ, കണ്ണൂരിൽ വെച്ച് നടന്ന സഹകരണ കോൺഗ്രസിൽ ഒരു സഹകരണ നയം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി, സഹകരണ വകുപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വൈവിധ്യവൽക്കരണത്തിന് വേണ്ടി സഹകരണ സ്ഥാപനങ്ങൾക്ക് സബ്സിഡറി അസോസിയേഷനുകൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചോ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചോ അതുപോലെ ഉള്ള ആക്ടുകൾ മുഖാന്തരമുള്ള സ്ഥാപനങ്ങൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്താം. എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സമഗ്രമായ സഹകരണ ഭേദഗതി, ആ ഭേദഗതിയിൽ സബ്സിഡറി അസോസിയേഷനുകൾ പാടില്ല എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. കരവന്നൂർ ബാങ്ക് ഒരു മിസ്മാനേജ്മെന്റ് നടത്തി, അത് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണസമിതിക്കും എല്ലാം പങ്കുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള 52 ഭേദഗതികളിൽ 40 ഭേദഗതികളും കരവന്നൂരിലെ പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമുണ്ടാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ വൈവിധ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ അത് തടയപ്പെടും. മറ്റൊന്ന്, ദേശീയ നയം എല്ലാ സ്റ്റേറ്റുകളും അംഗീകരിക്കുകയും സംസ്ഥാനം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് ഒരു മാർഗം മാത്രമാണ്. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസൃതമായി കേരളത്തിലെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കാത്ത രൂപത്തിൽ അതെങ്ങനെ കേരളത്തിൽ നടപ്പാക്കാം എന്ന സക്രിയമായ പോസിറ്റീവായ ഒരു സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് വിഷയമായ സഹകരണത്തെ കേന്ദ്രവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപ്പെടുത്തി സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ബദൽ സംവിധാനം ഏർപ്പെടുത്തണം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിന് അത് സാധിക്കില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള വിയോജിപ്പുകൾ എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രായോഗികമായി അതെങ്ങനെ നടപ്പാക്കാം എന്ന ഒരു സമീപനം കേരളം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കകം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ തകർച്ചയെ നേരിടും. ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെന്റ്. ഒരു കമ്മിറ്റി നിയോഗിച്ചു, ആ കമ്മിറ്റി ഭേദഗതി കൊണ്ടുവന്നു. 47 ഭേദഗതികൾ അവതരിപ്പിക്കപ്പെട്ടു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനത്തെ പറ്റി ഇപ്പോഴുള്ള ചില ധാരണകൾ അത് വെറും ബ്ലേഡ് കമ്പനികളാണ് എന്നൊക്കെ പറയുന്നതിനെ മാറ്റി കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും അവസാനമായി നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ആനുവൽ ബഡ്ജറ്റ്, അതിൻ്റെ ജനറൽ ബോഡി, അതിൻ്റെ അക്കൗണ്ടിങ്, അതിൻ്റെ ഓഡിറ്റിംഗ് എല്ലാം നിയമവിധേയമായി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാങ്കിംഗ് പ്രവർത്തനം നടത്താനുള്ള സൗകര്യങ്ങൾ
മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് നൽകണം എന്ന് അമിത്ഷാ റിസർവ് ബാങ്കോട് നിർദ്ദേശിച്ചിരിക്കുന്നു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നടത്തിവരുന്ന RTGS, NEFT മണി ട്രാൻസ്ഫർ നിരോധിക്കപ്പെടുകയാണ്. റിസർവ് ബാങ്ക് BR ആക്ടിൽ കൊണ്ടുവന്ന ഭേദഗതിയിൽ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മറ്റു പല നിബന്ധനകളും വരികയാണ്. അതുപോലെ വായ്പാ മേഖല, കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാക്കപ്പെട്ട നമ്മുടെ ജില്ലാ ബാങ്കുകൾ, മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഒരു ജില്ലയിൽ ഒരു 100 സ്ഥാപനമുണ്ടാക്കി, ഒരു ജില്ലാ ബാങ്ക് ഉണ്ടാക്കി. നബാർഡിന്റെ വായ്പാ ശൃംഖല മുഴുവൻ അതുമായി റൂട്ട് ചെയ്താൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ആ വലിയൊരു ഭീഷണി നമ്മുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ കോമൺ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ കേരളത്തിലെ സഹകരണ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയ കേസിൽ 6 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊന്ന് കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കുകയുണ്ടായി. 3 ടേമിൽ കൂടുതൽ പാടില്ല എന്നത് ഹൈക്കോടതി റദ്ദ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം കോമൺ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ, അതുപോലെ സംസ്ഥാനത്തിലെ സഹകരണ ബാങ്കുകൾ സമാഹരിക്കുന്ന ഫണ്ട് ഏതെങ്കിലും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് തുടങ്ങിയ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതിന് എതിരായിട്ടുള്ളത്, അതുപോലെ തന്നെ സബ്സിഡി അസോസിയേഷൻ രൂപീകരിക്കാനുള്ള പരിമിതികൾ ഏർപ്പെടുത്തിയതിനെതിരായിട്ടെല്ലാം ഇപ്പോഴും കേസ് നിലവിൽ നിൽക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തലത്തിൽ തന്നെ അത് നിക്ഷേപ വായ്പാ സംവിധാനങ്ങളെയും അതിൻ്റെ കോമൺ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലും എല്ലാം അവർ വളരെ കണിശമായ നടപടി സ്വീകരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് കോമൺ സോഫ്റ്റ്വെയർ എന്ന് കുറെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അവസാനം ആ ഒരു ഏജൻസിക്ക് കൊടുത്തതടക്കം അവർ പറ്റില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നു കോമൺ സോഫ്റ്റ്വെയർ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലും എല്ലാ സ്ഥാപനങ്ങളും ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് അതിന്റെ ഭാഗമായി മാറണം. ഓരോ ബാങ്കിനും ഓരോ ബ്രാഞ്ചിനും 50,000 രൂപ കണ്ട് അതിന് AMC സംസ്ഥാന ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഈ ഇവർക്കോ വെണ്ടർക്കോ നൽകേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അവിടെ കോമൺ സോഫ്റ്റ്വെയറിൽ ഓരോ സ്ഥാപനത്തിന്റെയും സോഫ്റ്റ്വെയർ മെർജ് ചെയ്താൽ മതി. അത് നിലനിർത്തിക്കൊണ്ട് അതിന് സബ്സിഡി നൽകുന്നു നബാർഡ്. ഈ വൈരുദ്ധ്യങ്ങൾ ഗൗരവമായി കാണണം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ ഭേദഗതിയിൽ സബ്സിഡറി അസോസിയേഷനുകൾക്കും സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്ന നിയമ ഭേദഗതികളും തീരുമാനങ്ങളും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ കുടിശ്ശിക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 1670 സഹകരണ സ്ഥാപനങ്ങൾ, വായ്പാ സംഘങ്ങൾ, ബാങ്കുകൾ എന്ന് പറയപ്പെടുന്നവർ, പാക്സ്, അതിന് നഷ്ടം എത്രയാണ്? അതിൽ പകുതിയിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെങ്കിലും അവിടെ നഷ്ടം 5570 കോടിയാണ്. പകുതിയിലധികം സ്ഥാപനങ്ങൾ ലാഭത്തിലാണെങ്കിലും അതിന് ലാഭമാകെ 570 കോടിയാണ്. 14,000-ൽ പരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം. കിട്ടാക്കുറ്റിയായി വരുന്ന 11,000 കോടി രൂപ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാവുന്നില്ല. അത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇവിടെ EP കേസ് മാത്രം തീരുമാനമാവാതെ 5,03,000 കേസുകൾ നടപടികളില്ലാതെ നിലനിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, സഹകാരികൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ച്, വളരെ ഗൗരവത്തോടുകൂടി സർക്കാരുമായി തന്നെ ഒരു കൂട്ടായ ചർച്ച നടത്തി ഇതിന് പരിഹാരം കാരണം. കേരള ബാങ്കിന്റെ രൂപീകരണ സമയത്ത് ഞങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് പൂർണ്ണമായും റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പോവുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് നേരത്തെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും നാഥനായിരുന്നു ജില്ലാ ബാങ്കുകൾ. കരവന്നൂരും അതുപോലെ ഉള്ള നിരവധി സ്ഥാപനങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അതെല്ലാം ഏതോ പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ തടയപ്പെട്ടു. ജില്ലാ ബാങ്കുകൾ പോയി, അതുപോലെ നമ്മുടെ സഹകരണ മേഖലയിലെ വിഭവ സമാഹരണ സംവിധാനങ്ങൾ പോയി. അതുകൊണ്ട്
ഈ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ പുതിയ മേഖലകളിൽ കടക്കണം. ഇപ്പോൾ വാട്ടർ ആൻഡ് വേസ്റ്റ് നമ്മൾ ഇടപെടേണ്ടുന്ന ഒരു മേഖലയാണ്. ടൂറിസം നമ്മൾ ഇടപെടേണ്ടുന്ന ഒരു മേഖലയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം നമ്മൾ ഇടപെടേണ്ടുന്ന മേഖലയാണ്. ആ മേഖലകൾ ഇതാരംഭിക്കാൻ വൈവിധ്യവൽക്കരണത്തിൽ തുടങ്ങാൻ ആവശ്യമായ സംവിധാനത്തിന് ഒരു തിരുത്തൽ നടപടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തും സഹകരണ വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാവണം. ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കാം എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ കൈ പൊള്ളിയിരിക്കുന്നു പല കാര്യത്തിലും. അതുകൊണ്ട് സഹകരണ മേഖലയെ ശക്തമായി മുന്നോട്ട് പോവാൻ, ഇവിടുത്തെ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവാൻ ഓരോ സഹകാരിക്കും കരുത്തു പകരുന്ന ഒരു നയം പുനരാവിഷ്കരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാവണം. കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ സ്വാഭാവികമായും അതുമായി അനുരഞ്ജനത്തിൽപ്പെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം. അതിന് സഹകാരികളുടെ ശക്തമായ മുന്നേറ്റമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് അഭിവാദനം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മൾ കേട്ടു. ഒരു കാര്യം, വളരെ പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് പോളിസികൾ, പിന്നെ നബാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സഹകരണ ബാങ്കുകൾ രൂപീകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോടെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ഏറെക്കാലം ജില്ലാ പ്രസിഡന്റായ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേരള ബാങ്കിൻ്റെ രൂപീകരണത്തോടുകൂടി യഥാർത്ഥത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളും കേരള ബാങ്കും തമ്മിലുള്ള ജൈവബന്ധം ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ്. അതൊന്ന് വ്യക്തമാക്കി നമുക്ക് ഏത് തരത്തിൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ജില്ലാ ബാങ്കിൻ്റെ പോക്ക് അതുപോലെ പിന്നെ ഈ മേഖലയിൽ നിന്നുള്ള ദ്വിതലത്തിലേക്ക് ആക്കിയതിൻ്റെ ക്ഷീണം എത്രത്തോളം ഈ മേഖലയെ പ്രതിപാദിച്ചിരുന്നതെന്ന് വ്യക്തമാക്കും. ഞാൻ പറഞ്ഞതിൽ അതുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലാ ബാങ്കിന് അധ്യക്ഷനായപ്പോൾ ഇവിടെ 2 സഹകരണ സ്ഥാപനങ്ങളിൽ മിസ്അപ്രോപ്രിയേഷൻ നടന്നു. ആ പേര് ഞാൻ പറയുന്നില്ല. അത് വന്നപ്പോൾ അന്നത്തെ ജില്ലാ ബാങ്കിൻ്റെ ഭരണസമിതി വലിയ സമ്മർദ്ദം വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ രൂപീകരിക്കണം. ആ മിസ്അപ്രോപ്രിയേഷൻ നടന്ന മാനേജ്മെൻറ്റും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും പരസ്പരം നടത്തിയിട്ടുള്ള തീവെട്ടിക്കൊള്ള അത് ബഹുജന സമക്ഷം കൊണ്ടുവരണം, മാധ്യമങ്ങൾ കൊണ്ടുവരണം. ഞങ്ങൾ സ്വീകരിച്ച ഒരു നയം, അങ്ങനെ ഒരു സഹകരണ സ്ഥാപനമോ 2 സഹകരണ സ്ഥാപനമോ ധനാപഹരണം നടന്നാൽ, മിസ്മാനേജ്മെന്റ് നടന്നാൽ, അത് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ സഹകരണ പ്രസ്ഥാനത്തെ മൊത്തം ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ആ സഹകരണ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് നിലനിർത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ നടപടി സ്വീകരിക്കുകയും അതിനു പകരം ജില്ലാ ബാങ്കിന്റെ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെ അതിന് സെക്രട്ടറിയുടെ ചുമതല കൊടുത്ത് അവർക്ക് വായ്പ നൽകി 2 കോടി രൂപ വീതം ആദ്യഘട്ടത്തിൽ കൊടുത്തു. നിക്ഷേപകരുടെ പണം പ്രാഥമികമായി കൊടുക്കാനുള്ള സംവിധാനമുണ്ടാക്കി 2-3 വർഷം കൊണ്ട് ആ സഹകരണ ബാങ്കിലെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ കരവന്നൂർ ബാങ്കിന്റെ പ്രശ്നം 2-3 ദിവസം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ജില്ലാ ബാങ്കില്ല, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നു, കേരള ബാങ്ക് വന്നു. അവർ കൺസോർഷ്യമുണ്ടാക്കി പണം സമാഹരിച്ച് പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ റിസർവ് ബാങ്ക് എതിർത്തു, പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ അന്ന് ഏറ്റവും വലിയ ആശങ്ക കേരളത്തിലെ CM-ഉം സഹകരണ മന്ത്രിയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് വലിയ പ്രാധാന്യം വരും. ഏറ്റവും അവസാനം നടന്ന സഹകരണ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനത്തിലും സഹകരണ മന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, പ്രാഥമിക സഹകരണ ബാങ്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ ജൈവബന്ധമില്ല. ഞാനതാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, മിസ്ലേനിയസ് സംഘങ്ങളുണ്ട്. അതുപോലെ രജിസ്ട്രാറുടെ കീഴിലുള്ള പാക്സ് അല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ സഹകരണ രജിസ്ട്രാറുടെ നിയന്ത്രണത്തില്ലാത്ത ഫങ്ഷണൽ സൊസൈറ്റീസും ഉണ്ട്. അതെല്ലാം അടങ്ങുന്ന 10,000-16,000-ത്തിലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ അവർക്ക് നാഥനില്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ജില്ലാ ബാങ്കുകളുടെ ഇല്ലായ്മയുടെ ഫലമായി, അത് ഇല്ലാതാക്കിയതിന്റെ ഫലമായി കേരളത്തിൽ വളർന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്,
ഏതുദ്ദേശത്തിലാണോ കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ടത് ആ ഉദ്ദേശം നിർവഹിക്കപ്പെട്ടിട്ടില്ല. അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഗുണപരമായി ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ കാര്യം ഞാൻ മാത്രം പറയാം. അത് ഏറാമല ബാങ്കിന് കഴിഞ്ഞ വർഷത്തെ, ഈ വർഷം കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ കേരള ബാങ്കിന്റെ ഏറ്റവും നല്ല സഹകരണ ബാങ്കിനുള്ള അവാർഡ് കിട്ടുകയുണ്ടായി. ആ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ ബാങ്കിലെ ഭാരവാഹികൾ അവിടെ പോയി. എൻ്റെ അടുത്തിരുന്നത് കേരള ബാങ്കിന് 2 ബോഡികളുണ്ട്. ഒന്ന് ബാങ്ക് ഓഫ് ഡയറക്ടേഴ്സ്, ഒന്ന് ബാങ്ക് ഓഫ് മാനേജ്മെന്റ്, ബോർഡ് ഓഫ് മാനേജ്മെന്റ്. ആ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അതാണ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡ്. അതാണ് നയപരമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന അവരാണ്. അദ്ദേഹം എൻ്റെ അടുത്താണ് ഇരുന്നത്, അതിന്റെ ചെയർമാൻ പിണറായിക്കാരനാണ്. ഞാൻ ചോദിച്ചു, ജില്ലാ ബാങ്കുകൾ കേരള ബാങ്ക് ലയിക്കുമ്പോൾ ഒരു MOU ഒപ്പുവെച്ചിരുന്നു. ആ MOUവിൽ പറയുന്ന കാര്യം, ഇവിടെ നമ്മൾ CRR വർദ്ധിപ്പിക്കാൻ വേണ്ടി ഷെയറുകൾ കളക്ട് ചെയ്തു ബാങ്കിൽ നിന്ന്. 4 കോടിയും 5 കോടിയും 10 കോടിയൊക്കെ വാങ്ങി. അങ്ങനെ വാങ്ങിയ ആ സംഖ്യക്ക്, ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കും എന്ന് ഉറപ്പു പറഞ്ഞു. ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഇൻസെന്റീവായി 10% കൊടുക്കും എന്ന് ആ MOUവിൽ പറഞ്ഞിരുന്നു. ഞാൻ ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റായപ്പോൾ അതിന്റെ NRI അക്കൗണ്ട്സ്, അതുപോലെ NRO അക്കൗണ്ട്സ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയും മൊബൈൽ ബാങ്കിങ് തുടങ്ങാൻ വേണ്ടിയും CRR വർദ്ധിപ്പിച്ചു. 9% മൂലധന മര്യാദ കൈവരിക്കാൻ വേണ്ടി എല്ലാ ബാങ്കുകളിൽ നിന്നും ഷെയർ സ്വീകരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ 17%, 20% ഡിവിഡൻഡ് കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ MOUവിൽ പറയുന്ന ഇൻസെന്റീവ് തരാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സോറി സാർ, റിസർവ് ബാങ്ക് അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോ കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കനുസൃതമായിട്ടുള്ള കേരളത്തിലെ വലിയ ജനാധിപത്യ ജനകീയ സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന കേരള ബാങ്ക് ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങൾക്കൊന്നും ഗുണപരമായ നടപടിയല്ല എടുക്കുന്നത്. പ്രാഥമിക ബാങ്ക് 8.25%, 8.25% നിക്ഷേപത്തിന് പലിശ കൊടുക്കുന്നു. കേരള ബാങ്കും അതേ നിക്ഷേപം കൊടുക്കുന്നു. അതിൽ നിന്നുള്ള തെളിവ് പ്രാഥമിക സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് സഹായകമായ പ്രവർത്തനമല്ല കേരള ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതോടൊപ്പം നമ്മുടെ കൂടെ അഡ്വക്കേറ്റ് ശ്രീ വത്സൻ അവർ വടകരയിലെ പ്രമുഖ സഹകാരിയാണ്. ഇപ്പോൾ വടകര ടൗൺ അർബൻ സൊസൈറ്റി പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കേൾക്കാം. ബഹുമാന്യനായ മോഡറേറ്റർ ശ്രീ അജിത്, ഏറെ ബഹുമാനമുള്ള കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രമുഖ സഹകാരി എന്ന് ഞങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന ശ്രീ മനയത്ത് ചന്ദ്രൻ, ബഹുമാന്യരായ എൻ്റെ മുമ്പിലിരിക്കുന്ന സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം സമയപരിധി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചുരുക്കുകയാണ്. ശ്രീ മനയത്ത് ചന്ദ്രൻ അവർ പറഞ്ഞ അതിൻ്റെ തുടർച്ചയായി പറയാനുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയാൻ ആശിക്കുന്നുള്ളൂ. ബഹുമാന്യനായ ചന്ദ്രൻ പറഞ്ഞതുപോലെ വലിയൊരു സംഘർഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സഹകരണ രംഗത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് ഞങ്ങളെപ്പോലെയുള്ള സഹകാരികൾക്കെല്ലാം കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് അടിസ്ഥാനപരമായി സഹകരണ രംഗത്തെ നന്നാക്കാനോ അതല്ലെങ്കിൽ സഹകരണ രംഗത്തെ പരിപോഷിപ്പിക്കാനോ ആണോ എന്നുള്ള ചിന്ത ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ നീങ്ങുന്നത്. ഇപ്പം നമുക്കൊക്കെ കാണാൻ സാധിച്ച് ഒരു പ്രിയ സഹോദരി ഇവിടെ വന്നു ഒരുപാട് വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നില്ലേ? വിശക്കുന്നവനല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു 10 പൈസ തരാൻ സാധിക്കുമോ എന്നുള്ളൊരു സാഹചര്യം അവർ ചോദിച്ചു പോയിക്കൊണ്ടായിപ്പോൾ. സത്യമാണത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണമെങ്കിൽ സഹകരണ രംഗത്ത്
മനുഷ്യത്വപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള സന്നദ്ധതയുള്ള ആൾക്കാർ നേതൃത്വത്തിൽ വരികയും വളരെ സുതാര്യതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും പ്രദേശത്തിനാവശ്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്ന നിയമവ്യവസ്ഥകൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ബഹുമാന്യനായ ചന്ദ്രൻ സാർ അവർ ഇവിടെ സൂചിപ്പിക്കേണ്ട 97-ാം ഭരണഘടനാ ഭേദഗതി, അതോടൊപ്പം നമ്മുടെ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഇതിനൊക്കെ വലിയൊരു സുരക്ഷിതത്വം വന്നിരിക്കുകയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അനാവശ്യമായി പണ്ടുകാലത്ത് ഞങ്ങൾ കാണാറുണ്ട്, കേരളത്തിൽ ഏതെങ്കിലും സർക്കാരുകൾ മാറി മാറി വരുന്ന സാഹചര്യങ്ങളുള്ള സമയത്ത് സഹകരണ രംഗത്ത് ഭരണസമിതിയെയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള പെട്ടെന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചുകൊണ്ടും അതല്ലെങ്കിൽ 3 അംഗ താല്പര്യമുള്ള ആൾക്കാരെ നിയമിച്ചുകൊണ്ടും ഒക്കെ മാറി മാറി വന്ന പരിതസ്ഥിതികളൊക്കെ മാറി 5 കൊല്ലത്തേക്ക് സുരക്ഷിതമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി വരുന്ന ഭരണസമിതി തുടരണമെന്നുള്ള ഒരു നിഷ്കർഷത ആ ഭേദഗതിയോടുകൂടി കേരളത്തിലും കൂടി നടപ്പാക്കിയിരിക്കുകയാണ്. ഇന്ത്യ തലത്തിലുള്ളതാണ്. അതുപോലെ തന്നെ അതാത് 5 വർഷം കൂടുന്ന സമയത്ത് പണ്ടുകാലത്ത് നീട്ടാറുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണങ്ങൾ, ന്യായീകരണങ്ങൾ സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം ഭരണസമിതിയെ കാലാവധി നീട്ടുന്ന പരിപാടി അതൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ അതോടുകൂടി അത് തീർന്ന് അതിനപ്പുറം പുതിയ ഇലക്ഷൻ നടത്തിയേ പറ്റൂ. അതിനനുസരിച്ച് നടപ്പാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിതൊക്കെ പറയുന്ന സമയത്തും ഈ നിയന്ത്രണങ്ങൾക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനൊക്കെ എതിരാണ്. ഇപ്പോൾ ബഹുമാന്യനായ ചന്ദ്രൻ സാർ അവർ പറഞ്ഞതൊക്കെ ക്രെഡിറ്റ് സൊസൈറ്റികളെ സംബന്ധിച്ചാണ്. അതല്ലാത്ത രൂപത്തിലുള്ള സഹകരണ സംഘങ്ങളെ കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഇപ്പോൾ ആശുപത്രികൾ സഹകരണ സംഘങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ സഹകരണ സംഘങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ നൽകാനും സാധിക്കുന്ന പരിതസ്ഥിതി ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റി കൂലങ്കുഷമായി ആലോചിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാത്ത മറ്റ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യവസ്ഥകൾ പൂർണ്ണമല്ല ഇന്നും. നമുക്കറിയാം, സെക്ഷൻ 80 പ്രകാരമുള്ള അപ്പൻഡിക്സ് 3 ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ഇതൊക്കെ ഉണ്ടോ? ഒരു ആശുപത്രി തുടങ്ങിയാൽ ഏത് രീതിയിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനം അവിടെ വേണമെന്നുള്ളതിനെപ്പറ്റി നിലവിലുണ്ടോ എന്തെങ്കിലും പശ്ചാത്തലങ്ങൾ? അതല്ലെങ്കിൽ ഒരു സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അവിടെ ഏത് തരത്തിലുള്ള സംവിധാനമാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കേണ്ടത് എന്നുള്ള സംവിധാനം ഇന്നും നടപ്പിൽ വന്നിട്ടില്ല. 2015 ആദ്യമായി സ്കൂളിലുള്ള സഹകരണ സംഘങ്ങൾ തുടങ്ങിയ സമയത്ത് ഭേദഗതികൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിനനുസരിച്ച് തുടർച്ച എന്നുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാതെ പോകുന്നൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള അനാവശ്യമായ നിയന്ത്രണങ്ങൾ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. നമുക്കറിയാം, സഹകരണ നിയമത്തിൽ ഇന്നുള്ളത് പരമാധികാരികൾ ഭരണസമിതികളാണ്. അവരാണ് ഈ സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ഈ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന സഹകരണ സംഘത്തിന്റെ അംഗങ്ങളായ പൊതുയോഗത്തിൽ വെച്ചിട്ട് പരമാധികാര സഭ എന്ന് വിശേഷിപ്പിക്കുന്ന ജനങ്ങളുടെ പൊതുയോഗത്തിൽ വെച്ചിട്ടാണ് നടത്തേണ്ടത്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സ്വന്തമായി നമ്മുടെ പ്രദേശത്തിന്റെ ഗുണകരമായ രീതിയിലുള്ള ഒരു നല്ല പ്രവർത്തനം നടത്തണമെങ്കിൽ അത് നടക്കുമോ? നടക്കൂല. അതുകൊണ്ട് കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ, അതുപോലത്തെ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് അതാത് പ്രദേശത്തെ സാഹചര്യത്തിനനുസരിച്ച് സഹകരണ സംഘങ്ങൾക്ക്, പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് എനിക്ക് ഒന്നുകൂടി സർക്കാർ തലത്തിലുള്ള ആൾക്കാരോടൊക്കെ പറയാനുള്ളത്. നമുക്കറിയാം, അപ്പോൾ അടുത്ത കാലത്തായി നമുക്ക് ഇന്ത്യൻ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി, പ്രസിഡന്റൊക്കെയായി നിന്നിരുന്നത്. പെട്ടെന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അതിന് പകരമായി വന്ന പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് നമുക്കൊക്കെ വളരെ നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്ന മുഹമ്മദ് ഷിഹാബുദ്ദീനാണ് ഇന്നിപ്പോൾ പുതിയ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത്.
അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കാലപരിധികളില്ലാതെ, അതുപോലെ തന്നെ പ്രവർത്തന മേഖല നിയന്ത്രിക്കാതെ എല്ലാ പ്രദേശത്തും, അവിടെ ബംഗ്ലാദേശിന്റെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റത്തിനുള്ള കാരണം ജനങ്ങളുടെ രോഷമാണ്. ജനങ്ങളുടെ രോഷം വന്നത് പട്ടിണിയായതുകൊണ്ടും അതുപോലെ തന്നെ പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാത്ത പരിസ്ഥിതി വന്നതുകൊണ്ടാണ്. അവിടെയൊക്കെ 25-30 ആൾക്കാരുള്ള സ്ഥലത്ത് മുഹമ്മദ് സഹാബുദ്ദീൻ പോയി ബംഗ്ലാദേശിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നല്ല രീതിയിലുള്ള സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന ആഹാരവും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ, 1-2 വർഷങ്ങൾ അവിടെ പ്രവർത്തനം നടത്തിയതിൻ്റെ ശക്തി പ്രകടനമാണ് മുഹമ്മദ് സഹാബുദ്ദീൻ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ച പരിസ്ഥിതിയിൽ വന്ന് പ്രസിഡന്റായി. ഞാനിത് പറയാൻ കാരണം അത്തരത്തിലുള്ള സഹകരണ രംഗത്തുള്ള ഈ അധികാര പരിധികളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടെ? 69 സഹകരണ നിയമം വരുന്ന സമയത്ത് നമ്മുടെ അന്തരിച്ച ബഹുമാന്യനായ നമ്മുടെ മുൻ മന്ത്രി കെ എം മാണി സാർ, അദ്ദേഹം അന്ന് MLA ആയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. എന്തിനാണ് പ്രവർത്തന പരിധി നിശ്ചയിക്കുന്നത്? പ്രവർത്തന പരിധി നിശ്ചയിക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു പല സാമാജികന്മാരും നേരത്തെ ചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ വെറും ഒരു സാമ്പത്തിക ഇടപാടുകൾ മാത്രം നടത്തുന്ന ശൃംഖലയായി ഇത് മാറ്റാതെ ജനങ്ങൾക്കുതകുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ അതിനൊക്കെ ഉള്ള വേദികൾ സഹകരണ സംഘങ്ങളിൽ ഉണ്ടാക്കാനും അതിനുള്ള സ്വാതന്ത്ര്യവും അതാത് സഹകരണ സംഘങ്ങൾക്ക് കൊടുത്താലേ നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5-10 വർഷക്കാലമായി പ്രളയങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ സർക്കാരാണ് ഇവിടെ ഇതൊക്കെ ചെലവ് ചെയ്തത്. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ സംഘങ്ങൾ അവരുടെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയത് കൊണ്ട് ഉണ്ടാക്കിയ ലാഭങ്ങൾ ഇതൊക്കെ അത് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ പ്രളയത്തിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കുന്നു. KSRTCക്ക് ഫണ്ട് വേണമെന്ന് പറയുന്ന സമയത്ത് ഫണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട് ദുരന്തം അടുത്ത കാലത്തായി വന്ന സമയത്ത് ഒരുപാട് സഹകരണ സംഘങ്ങൾ നമ്മുടെ വടകരയിൽ തന്നെ പ്രശസ്തി ആർജിച്ച രീതിയിൽ ഫണ്ടുകൾ നൽകി കൊടുത്ത സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്ദേശം മേലെ കാണിച്ചിട്ടുണ്ട്. കല, പ്രകൃതി, അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് ജനാധിപത്യം. ഞാൻ അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹകരണം ഒരു കലയാണ്. അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ഒരു സവിശേഷതയാണ് മാനുഷിക മൂല്യങ്ങളോടുകൂടി അന്യോന്യം മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യം. അതും സഹകരണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ വാക്കായി ഇവിടെ കാണിച്ച ജനാധിപത്യം, അത് പണ്ട് കാലത്ത് നമുക്ക് മുതലാളിത്തവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു സഹകരണ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആസ്പദമായ രീതിയിലുള്ള ഒരു സന്ദേശവും അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെ മറ്റുള്ള മേഖലകൾക്കെതിരായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. രാഷ്ട്രീയമായി അതിനുള്ള ഉത്ബുദ്ധത കാണിക്കാൻ സാധിച്ചാലേ അത് നടക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ അതിപ്രസരമല്ല ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് പ്രാദേശികമായി എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് സഹായിക്കാനും സഹകരിക്കാനും സാധിക്കുന്ന മനുഷ്യത്വപൂർവമായ രീതിയിലുള്ള പെരുമാറാൻ സാധിക്കുന്ന സമരങ്ങളില്ലാത്ത സഹകരണത്തോടുകൂടി നാടിൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് സഹകരണ രംഗം എത്തിപ്പെടണം എന്നാണ് എനിക്ക് പറയുന്നത്. അതിനൊരുപാട് മാറ്റങ്ങൾ നമുക്ക് നിയമപരമായും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെയും നിയമങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ കാണുന്ന സാഹചര്യങ്ങളിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും നിയമങ്ങളിൽ തന്നെ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം വരുന്നുണ്ടെങ്കിൽ അത് വന്നോട്ടെ, എനിക്കെന്താ പ്രശ്നം, അല്ലെങ്കിൽ നമുക്കെന്താ പ്രശ്നം എന്ന് നോക്കണ്ടേ? വന്നാലെന്താ? നിയന്ത്രണങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നിയന്ത്രണമാണ് റിസർവ് ബാങ്ക് പണ്ട് കാലത്ത് നടത്തിയിരുന്നല്ലോ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ളത്
സഹകരണ രംഗത്തേക്ക് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സൗജന്യങ്ങൾ അതിൽ തരണമെന്ന് പറഞ്ഞ സമയത്ത് അതൊക്കെ മാറ്റങ്ങൾ വരുത്തിയില്ല നേരത്തെ. സെക്ഷൻ 80 പ്രകാരവും അതുപോലെ തന്നെ അല്ലാത്ത രൂപത്തിൽ നമ്മൾ സഹകരണ സംഘത്തിൽ നേടുന്ന ലാഭങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള ഇളവുകളും തന്ന് മുന്നോട്ട് പോകുന്നില്ലേ? അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നല്ല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് സഹകരണ രംഗത്തെ പരിപോഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം മാറ്റിയെടുക്കാനുള്ള ഒരു സഹന സമരം എല്ലാ സഹകാരികളും ആലോചിച്ച് യോജിച്ച് പ്രവർത്തിച്ച് നടപ്പാക്കണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. മറ്റൊന്നും തന്നെ പറയാനില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇവിടെ വരുന്ന വലിയൊരു അപകടമുണ്ട്. അതൊന്ന് ഈ കോർപ്പറേറ്റീവ് എന്ന് പറയുന്നത് സഹകരണത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള ശ്രമമാണ് ദേശീയ തലത്തിൽ നടക്കുന്നത്. അതിനനുസൃതമായ നിയമങ്ങളാണ് ഉണ്ടാക്കപ്പെടുന്നത്. ഇപ്പോൾ വക്കീലിവിടെ സഹകരണ ജനാധിപത്യം വേണമെന്ന് പറഞ്ഞല്ലോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അടുത്ത നടന്നൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്താ പറയാത്തത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഏതായാലും അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ സഹകരണ നിയമ ഭേദഗതിയിൽ വന്ന വലിയ 2 അപകടങ്ങളുണ്ട്. അതൊന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ചേർക്കുന്ന മെമ്പർഷിപ്പ് എത്ര വരെ ചേർക്കാം. അങ്ങനെ ചേർക്കുന്ന മെമ്പർഷിപ്പുകൾ തെരഞ്ഞെടുക്കപ്പെട്ട സമിതി വന്നാൽ അത് റാറ്റിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ച് അവർ അവിടെയുള്ള രാഷ്ട്രീയ തുല്യാവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് അത്രയും മെമ്പർഷിപ്പ് ചേർത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കേണ്ടി വരും. നെക്സ്റ്റ് ഇലക്ഷൻ എന്തായിരിക്കും റിസൾട്ട്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മുന്നണിയോ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മെമ്പർഷിപ്പ് ചേർത്ത് തെരഞ്ഞെടുപ്പിന്റെ കമ്മിറ്റി വരുമ്പോൾ അംഗീകരിക്കണം എന്ന നിയമത്തിൽ പറയുമ്പോൾ അത് അംഗീകരിച്ചു കഴിഞ്ഞ ആ അംഗത്വത്തിന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഭാവി എന്തായിരിക്കും? മറ്റൊന്ന്, സഹകരണ മേഖലയിൽ നടക്കുന്ന അതിനൊരു സംവിധാനമുണ്ട്. അതിന് പരിശോധന നടത്താൻ വേണ്ടി, എൻക്വയറി നടത്താൻ വേണ്ടി എല്ലാ സംവിധാനവും ഇപ്പോഴും ഉണ്ട്. പക്ഷെ പുതിയ ഭേദഗതിയിൽ ഒരു കുറ്റം കണ്ടെത്തിയാൽ നേരിട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്ത് പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ട്. അത് സ്വയംഭരണത്തെയും ജനാധിപത്യത്തെയും കടന്നാക്രമിക്കുകയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ മൊത്തം ഫണ്ട്, മൊത്തം സമ്പത്ത് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് കോർപ്പറേറ്റ് വൽക്കരണം സഹകരണ മേഖലയിൽ കൊണ്ടുവരാനുള്ള വലിയൊരു ഭീഷണി അവിടെ നടക്കുന്നു. ഇവിടെ ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾ നടക്കുന്നു. അതിനെ കുറച്ച് അവയർനെസ് വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ. നമ്മുടെ സഹകരണത്തെക്കുറിച്ചുള്ള വിഷയം മണിക്കൂറുകളോളം ചർച്ച ചെയ്യാൻ തീരാത്ത വിഷയമാണ്. നമുക്കിവിടെ ആകെ അനുവദിച്ച 50 മിനിറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആനുകാലികമായുള്ള പ്രയാസങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെ വെല്ലുവിളികളെ കുറിച്ച് ഇവിടെ മലയത്ത് വളരെ വിശദമായി സംസാരിച്ചിട്ട് വളരെ പരിമിതമായ സമയമാണുള്ളത്. അപ്പോൾ സഹകരണ മേഖല ഇടപെടലുകളെക്കുറിച്ചൊക്കെ തന്നെ ചെറിയ രീതിയിൽ സൂചനകളുമായിട്ട് മത്സ്യം വക്കീലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണത്തിൻ്റെ പ്രത്യേകത ജനാധിപത്യ ഭരണമാണ്. മറ്റൊന്ന് കൂട്ട പങ്കാളിത്ത ഓഹരിയാണ്. മറ്റൊന്ന് ആശയവിനിമയമാണ്. അപ്പോൾ ഇതെത്രത്തോളം നമ്മുടെ മേഖലയിൽ പ്രാവർത്തികമാക്കുന്നു എന്നാണ് നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഈ സെഷനിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. സഹകരണവും സംരംഭകത്വവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച മനയത്ത് ചന്ദ്രൻ അവർകൾ, വത്സൻ വക്കീല്, ഇവിടെ എത്തിച്ചേരേണ്ടുന്ന അബ്ദുറഹിമാൻ, സി വത്സൻ, VM ചന്ദ്രൻ, അതേപോലെ തന്നെ CV അജയൻ, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണൻ തേറത്ത്, എല്ലാവർക്കുമുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.